വയനാട്ടിലെ മീൻമുട്ടി വാട്ടർഫാൾസ്. നിങ്ങളിപ്പോൾ വയനാട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് മീൻമുട്ടി വാട്ടർഫാൾസ്. എന്നാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മീൻമുട്ടി വാട്ടർഫാൾസ് കാണാൻ കഴിയുന്നതാണ്. അതിലൊന്ന് വടുവഞ്ചാലിലുള്ള മീൻമുട്ടി വാട്ടർഫാൾസ് ആണ്. അതിപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് പടിഞ്ഞാറത്തറയിലുള്ള ബാണാസുരമലയിലെ മീൻമുട്ടി വാട്ടർഫാൾസ് ആണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ബാണാസുരമലയിലെ മീൻമുട്ടി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൽപ്പറ്റയിൽ നിന്ന് 24 കിലോമീറ്ററാണ് ബാണാസുരമലയിലെ മീൻമുട്ടി വാട്ടർഫാൾസിലേക്കുള്ളത്. ഇനി നിങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വൈത്തിരിയിൽ നിന്ന് പടിഞ്ഞാറത്തറ റോഡിലേക്ക് തിരിഞ്ഞ് പൊഴുതന അച്ചൂർ 6 മൈൽ വഴി നിങ്ങൾക്ക് പടിഞ്ഞാറത്തറയിലെത്തി അവിടുന്ന് ബാണാസുര സാഗർ ഡാമിന്റെ മുന്നിലൂടെ മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് എത്താവുന്നതാണ്. അധികം വാഹനത്തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു വഴി തന്നെയാണിത്. വളരെ ശാന്തമായ ഒരു യാത്ര. ഈ കാണുന്നതാണ് ബാണാസുര സാഗർ ഡാമിലേക്കുള്ള പ്രധാന എൻട്രൻസ്. ഡാമിന്റെ മുന്നിലൂടെയാണ് നമുക്ക് വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോകേണ്ടത്. ഇവിടെയുള്ള വീടിന് മുന്നിലെല്ലാം തന്നെ പേ ആൻഡ് പാർക്കിംഗ് സൗകര്യം അതത് വീട്ടുകാർ ഒരുക്കിയിട്ടുണ്ട്. 4 വീലർ വണ്ടികൾക്ക് 20 രൂപയും ബൈക്കിന് 10 രൂപയുമാണ് ഈ വീട്ടുകാർ ചാർജ് ചെയ്യുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 50 രൂപയും വിദ്യാർത്ഥികളാണെങ്കിൽ 25 രൂപയുമാണ് ഇവിടുത്തെ ചാർജ്. നല്ല മഴയുള്ള സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഈ പോകുന്ന വഴി തുറന്നു കൊടുക്കാറില്ല. മഴയുള്ള സമയങ്ങളിൽ മറ്റൊരു വഴിയാണ് യാത്രക്കാർക്കായി ഒരുക്കാറുള്ളത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മീൻമുട്ടി വാട്ടർഫാൾസ് കുറച്ചൊരു അപകടം പിടിച്ച സ്ഥലമാണെന്ന്. മീൻമുട്ടി വാട്ടർഫാൾസ് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ വാട്ടർഫാൾസുകളും കുറച്ച് അപകടം പിടിച്ചത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മുടെ കൂടെ വരുന്ന ഗൈഡുകളും അവിടെയുള്ള ഗാർഡുകളും പറയുന്നത് അതുപോലെ അനുസരിക്കുക എന്ന് മാത്രമാണ്. കാരണം അത് നമ്മുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ്. ഒരു തരത്തിൽ മീൻമുട്ടി വാട്ടർഫാൾസ് കാണാൻ പറ്റിയ സമയം വർഷക്കാലം കഴിയുന്നതോട് കൂടിയുള്ള സമയമാണ്. അതാവുമ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടാവില്ല, ഇതിലൂടെ എല്ലാം ചുറ്റി നടന്ന് കാണുകയും ചെയ്യാം. ഈ കയറ് പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറി പോകാവുന്നതാണ്. ഇത് ഇവിടെ മാത്രമല്ല, മുകളിലേക്കും ഇതുപോലെ കയറ് കെട്ടിവെച്ചിട്ടുണ്ട്. അതൊരു തരത്തിൽ നല്ലതാണ്. കാരണം വലിയ പാറകൾ കയറി വേണം മുകളിലേക്ക് പോകാൻ. മഴ മാറിയ സമയമായതിനാൽ തന്നെ ഒരുപാട് വെള്ളമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ ഇറങ്ങാൻ ഗൈഡുകളും ഗാർഡുകളും സമ്മതിച്ചു. നല്ല തണുപ്പുള്ള തെളി നീർവെള്ളം. അതിലൊന്ന് മുങ്ങിക്കുളിച്ച് ഫ്രഷായി മുകളിലേക്ക് വീണ്ടും കയറി. മുകളിലേക്ക് നടന്നു പോകേണ്ട വഴി മാർക്ക് ചെയ്തുകൊണ്ടുള്ള ആരോ മാർക്കാണ് ഈ കാണുന്നത്. അങ്ങനെ അവസാനം വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. പ്രകൃതിയുടെ മടിയിൽ
ഒരല്പനേരം വിശ്രമിച്ച് മനസ്സിനും ശരീരത്തിനും പുതുജീവൻ നൽകി മറ്റൊരു യാത്രക്കായുള്ള പ്ലാനിങ്ങുകളിലേക്ക് തിരിഞ്ഞു. നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് യുവർ ബ്രോ മച്ചാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.